വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ്സ് ഇട്ടതിലെല്ലാം അയച്ചതിൽ ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ഇട്ട ഒരു കാര്യമാണ് തേർഡ് പാർട്ടി റിമൂവൽ. അതായത് ഒരു മൂന്നാമതൊരാൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ കുളമായി പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 പേര് ഈ മെസ്സേജ് കണ്ടിന്യൂസ് എനിക്ക് അയച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് തേർഡ് പാർട്ടി റിമൂവൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ വഴി ചെയ്യാൻ പറ്റുക എന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ 2 പേര്, ഇപ്പോൾ പാർട്ട്നേഴ്സ് ആയിക്കൊള്ളട്ടെ, 2 പേരാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വന്ന് കയറുകയാണ്. അപ്പോൾ മൂന്നാമത് ഒരാൾ വന്ന് കയറുമ്പോൾ ആ ആളുടെ പേരിനെ ചൊല്ലിയോ അല്ലെങ്കിൽ അയാൾ വഴിയോ നമുക്ക് എന്തുണ്ടാകുന്നു, ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്നു, നമ്മുടെ ഫാമിലി ലൈഫ് ഫുള്ള് സ്പോയിലാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഈ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മളൊരു അടി നടക്കുകയാണ്, ആ അടി നടക്കുന്നതായി നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സോ അപ്പോൾ അതുപോലെ ചിലരുണ്ട്. അപ്പോൾ അവർ മനഃപൂർവ്വം ആ ഒരു കുടുംബജീവിതം നശിപ്പിക്കാനോ അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനോ ഒക്കെ വന്നു കയറുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കുട്ടി, ആ കുട്ടിയുടെ സ്വന്തം റിലേറ്റീവാണ്. അപ്പോൾ ഈ അമ്മയും ഈ കുട്ടിയും ഇവരുടെ ഫാമിലി നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പാഷൻ എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അതായത് കാനഡയിൽ പോയി പഠിക്കുക, അങ്ങനെ ഒരു പാഷനുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ മൂന്നാമത്, അതായത് ഈ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കാനഡയിലൊക്കെ പോയി പഠിക്കുക, സമയമുണ്ടല്ലോ, എന്തിനാ ഇപ്പോഴേ പോകുന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മൈൻഡ് അങ്ങോട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ ഈ കുട്ടി സന്തോഷമായിട്ട്, ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ജീവിച്ചുകൊണ്ടിരുന്നൊരു ഇതാണ്. അപ്പോൾ അവിടെ ആ കുട്ടി പോകാനായിട്ട് ഒരുങ്ങി എല്ലാം പ്രിപ്പയർ ആയിട്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇയാളുടെ ഈ ഒരു വാക്ക് കേട്ടത്, എന്തിനാ കല്യാണം, നല്ലൊരു ആലോചന വന്നല്ലോ, അപ്പോൾ കെട്ടിച്ച് വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കുട്ടി, അതായത് ഈ പേരൻസിൻ്റെ മൈൻഡ് മാറി, അവിടെ അടിയാകുന്നു, കുട്ടി കാനഡയിൽ പോകണമെന്ന് പറയുന്നു. പക്ഷേ ഫൈനലി നോർമലി എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്ന പോലെ ആ കുട്ടിക്ക് അവിടെ സംസാരിക്കാനുള്ള ഒരു ഒപ്പീനിയൻ നഷ്ടപ്പെടുന്നു, അവിടെ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടുന്നു. ആ ഓപ്ഷനിൽ നിന്ന് കുട്ടി നേരെ എന്ത് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് ആ കുട്ടി പോകുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാവരുടെ ലൈഫ് ഒരുപോലെയല്ല. എങ്കിലും പഠിക്കാനൊന്നും പോയില്ല, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ അങ്ങനെ ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങി പോകുന്നു. സോ അപ്പോൾ അത് ഒരു ഫാക്ടർ. ഇനി ആ മൂന്നാം കക്ഷി എന്ന് പറയുന്നുള്ള ആ ഒരു കക്ഷി ഉണ്ടല്ലോ, ആ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അവിടെ കഴിഞ്ഞു, ഒരു ലൈഫ് അവിടെ തകർത്തു. ഇനി ആ മൂന്നാം കക്ഷിയുടെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് അവരുടെ മക്കളെ എന്ത് ചെയ്തു, പുറത്ത് വിട്ട് പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതം തകർക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കയറി വരികയോ ചെയ്ത് അടി ഉണ്ടാക്കുകയോ പ്രശ്നക്കാരായിട്ട് ഒന്നുകിൽ അമ്മായിയമ്മ പോരോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്കോ എന്ത് വേണമെങ്കിലും, അതായത് നമുക്കൊട്ടും പറ്റുന്നില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ ഫാമിലിയുടെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ കയറി മൊത്തം ഒരു നെഗറ്റീവ് ആംബിയൻസ് സൃഷ്ടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ, അതായത് നമ്മുടെ തോട്ട് വെച്ച് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളിൽ നിന്ന് അകറ്റുന്നത് എന്ന വീഡിയോ ആണ് ഇന്ന് മെയിനായിട്ട് പറയുന്നത്. സോ അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് എളുപ്പമുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പില്ലോ. ഒരു പില്ലോ ഉണ്ടായിരിക്കണം, തലയിണ ഉണ്ടായിരിക്കണം. തലയിണ കവറും പില്ലോ ആയിട്ടാണല്ലോ നമ്മൾ തലയിണയ്ക്ക് എന്തായാലും കവർ ഇടുമല്ലോ. അപ്പോൾ തലയിണ കവർ, പില്ലോ, അങ്ങനെ ഒരു കവറായിട്ടുള്ളൊരു പില്ലോ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തത് ഒരു പേപ്പർ ഉണ്ടായിരിക്കണം, ഒരു പേന ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ മൈൻഡ് ആക്ച്വലി നല്ല ഓക്കെ ആയിരിക്കണം. ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ മൊത്തത്തിലൊരു കാര്യം. എങ്ങനെയാണ് തേർഡ് പാർട്ടി റിമൂവൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം വേണ്ടത്, നമ്മൾ പേപ്പർ എടുക്കുക. പേപ്പർ അതായത് കുഞ്ഞായിട്ട് നമ്മൾ ചെറിയ സ്ക്വയർ ആയിട്ടോ ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനകത്ത് എഴുതേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് നമ്മുടെ പേരെഴുതുക. അത് കഴിഞ്ഞ ശേഷം അതിന് താഴെ നമ്മുടെ പാർട്ട്ണറുടെ പേരെഴുതുക. അതിന് ശേഷം വരുന്നത് ആരായിരിക്കും, തേർഡ് പാർട്ടി ആയിരിക്കും. ആദ്യം നമ്മുടെ പാർട്ട്ണർ, പിന്നെ തേർഡ് പാർട്ടി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എഴുതുന്നു, നമ്മുടെ പാർട്ട്ണറുടെ പേര് എഴുതുന്നു, നമ്മുടെ തേർഡ് പാർട്ടി ആരാണോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, കയറി പ്രശ്നം ഉണ്ടാക്കി കലഹം സൃഷ്ടിക്കുന്നത് ആരാണോ അവരുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്. പിന്നെ അത് എഴുതി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മൈൻഡ് ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിൽ നെഗറ്റീവായിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, ആ പുള്ളിയെ പറ്റി ചിന്തിക്കുന്നില്ല, ഒന്നും വേറെ നമ്മൾ ചിന്തിക്കുന്നില്ല, അതേ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിന് ശേഷം ഈ 3 പേരുടെ പേര്, നമ്മുടെ ലൈഫിലെ തേർഡ് പാർട്ടിയുടെ പേര് എഴുതുക. തേർഡ് പാർട്ടിയുടെ പേര് അറിഞ്ഞുകൂടെങ്കിൽ ആ പേര് എഴുതേണ്ട ആവശ്യമില്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോയ് ആണെങ്കിൽ ഗേൾ ആണെങ്കിൽ അത് അവിടെ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ പേരറിഞ്ഞുകൂടാ, പക്ഷേ മൈൻഡിൽ നിങ്ങൾക്ക് അറിയാലോ ആരോ ഉണ്ടെന്നുള്ളൊരു രീതി ഉണ്ട്, ഒന്നുകിൽ ഒരു ഗേളോ അല്ലെങ്കിൽ ബോയിയോ ഉണ്ടെന്നുള്ളൊരു രീതി നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. ബോയ് ഓർ ഗേൾ, വിമണാണോ മെന്നാണോ, അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ക്യാരക്ടറാണോ ഫീമെയിൽ ക്യാരക്ടറാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുക. വെച്ച ശേഷം പേരറിയാവുന്നത് കുറച്ചും കൂടെ ഉചിതമാണ്. നമ്മൾ ആ പുള്ളിയെ, അതായത് ആരാണ് അല്ലെങ്കിൽ അറിയാവുന്ന പുള്ളിയാണെങ്കിൽ ആ പുള്ളിയെ മനസ്സിലൊന്ന് വിചാരിക്കുക. മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദുശ്ചിന്ത അങ്ങനൊന്നും നിങ്ങൾ എടുക്കരുത്. അപ്പോൾ നോർമലായിട്ട് ആ പുള്ളിയെപ്പറ്റി നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അതായത് നമ്മൾ എത്രയൊക്കെയോ കുറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ കുറ്റങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച ശേഷം ഞാൻ ഈ പറയുന്ന നമ്പറുണ്ട്, ആ നമ്പർ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതുക. അതിന് താഴെ, അതായത് ഈ 3 പേരുടെ പേര് എഴുതുന്നു, നിങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണർ, അതിന് ശേഷം തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിയുടെ പേരും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. എഴുതി വെച്ച ശേഷം അതിൻ്റെ താഴെ എഴുതേണ്ടത് 66 6 എന്ന് എഴുതുന്നു. അതായത് 6 എന്ന് എഴുതുന്നു. നമ്മൾ 66 എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ 66 എന്ന് പറയില്ല. 66 എന്ന് മാത്രമേ നമ്മളിത് ഉച്ചരിക്കുമ്പോൾ പറയാവൂ കേട്ടോ. അപ്പോൾ 6 എന്ന് എഴുതുന്നു. 6 4, അതിനുശേഷം 6 4 2 9 4 3. ഒന്നുകൂടെ പറയാം. 6 4 2 1 9 4 3. അപ്പോൾ ആ നിങ്ങൾ പേപ്പറിൽ എന്താണ് എഴുതേണ്ടത്? 6 എഴുതുന്നു, 4 2 എഴുതുന്നു, 1 9 എഴുതുന്നു, 4 3 എഴുതുന്നു. അപ്പം ഈ ഒരു നമ്പർ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആ തേർഡ് പാർട്ടി ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ നമ്പർ എഴുതുന്നു. നമ്പർ എഴുതിയ ശേഷം, ഇത് എഴുതി കഴിഞ്ഞ ശേഷം ആരെയാണ് ലൈഫിൽ നിന്ന് ഒന്ന് നിങ്ങളുടെ ആ ഒരു തോട്ട് കൊണ്ട് മാറ്റേണ്ടത്, നിങ്ങളുടെ ചിന്ത കൊണ്ട് ആരെയാണ് മാറ്റേണ്ടത്, ആ ചിന്ത കൊണ്ട് മാറ്റേണ്ട ആളുടെ നേരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെട്ടിടുന്നു. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു വെട്ടിടുന്നു. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും, അർജുൻ ആയിഷ, തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് വിനോദ്. അപ്പോൾ വിനോദ് എന്ന് പറയുന്ന പേഴ്സണെ ഞാൻ എന്ത് ചെയ്യുന്നു, വെട്ടിടുന്നു. ആദ്യം അർജുൻ ആയിഷ വിനോദ് എന്ന് എഴുതുന്നു. എഴുതിയ ശേഷം അതിന് താഴെ ഞാൻ എന്താണ് എഴുതുന്നത്, 66421943 എന്ന് ഞാൻ ഇങ്ങനെ നീട്ടി എഴുതുന്നു. എഴുതിയ ശേഷം എനിക്ക് ആർക്കാണോ വെട്ടിടേണ്ടത്, ആരാണോ വേണ്ടാത്തത്, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് വെട്ടിടുന്നു. വെട്ടിയിട്ട ശേഷം, അതായത് അവിടെ ഞാൻ ഇത് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത ശേഷം നേരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് നമ്മൾ രാവിലെയും രാത്രിയുമാണ് ഇത് ആവർത്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ പില്ലോ ഇല്ലേ, നമ്മുടെ പില്ലോയുടെ അടിയിലോട്ട് ഇത് 2 ആയിട്ടോ അല്ലെങ്കിൽ 3 ആയിട്ടോ നമുക്ക് മടക്കാം. ഒന്നെങ്കിൽ 2 മടക്ക് അല്ലെങ്കിൽ 3 മടക്ക്, 3 ആയിട്ട് മടക്കി വെക്കാം, അല്ലെങ്കിൽ 2 ആയിട്ട് മടക്കി നമ്മൾ നേരെ തലേണയുടെ അടിയിലോട്ട്, നമ്മൾ പില്ലോ കവറിൻ്റെ അടിയിലോട്ട് നമ്മളിത് കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്വസ്ഥമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര കാമായിട്ട് കിടന്നുറങ്ങുന്നു. ഇനി ഉറങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ ആകുമല്ലോ, പിറ്റേന്ന് രാവിലെ ആകുന്നു, രാവിലെ കണ്ണ് തുറക്കുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. രാവിലെ നമ്മൾ പറയുന്ന വെളുപ്പാങ്കാലത്ത് ചിന്തിക്കുന്ന കാര്യവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മൈൻഡായിട്ട് ഫ്രഷായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നടത്തി തരുമെന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിന്, ആ ഒരു തോട്ടിന്, ആ ഒരു ചിന്തയ്ക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ വേറെ ഒന്നും ഓടുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മാത്രമേ ഫോക്കസിൽ പോകത്തുള്ളൂ. എഴുന്നേൽക്കുമ്പോൾ ആ ചടവോടുകൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ മൈൻഡിലോട്ട് ഫോക്കസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഭയങ്കര മൈൻഡ് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഒത്തിരി ഫോഴ്സ് ചെയ്ത് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എത്തിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ശേഷം തലേണക്കടിയിലുള്ള ഈ ഒരു സംഭവം എടുക്കുന്നു. എടുത്ത ശേഷം ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത സംഭവം ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ നമ്പർ ഒന്ന് വായിക്കുന്നു. അതായത് ആ ഒരു പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ നമ്പർ ഒന്ന് വായിക്കുന്നു. അതായത് എന്താണ് എഴുതിയിട്ടുള്ളത്, 66421943. അതായത് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് 66421943 എന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾ വായിക്കുന്നു. ഇത് വായിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വെട്ടിട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ഇത് നമ്മൾ
പ്രാവശ്യം അല്ലെങ്കിൽ 21 ദിവസം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 21 ദിവസം ഇത് ചെയ്യുക. ഒരു ദിവസം നമ്മൾ രാവിലെയും രാത്രിയും, പിറ്റേ ദിവസം രാവിലെയും രാത്രിയും എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് രാത്രി നമ്മൾ മടക്കി വെച്ചു, നേരെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വായിക്കുന്നു, പിറ്റേ ദിവസവും മടക്കി വെക്കുന്നു, നേരെ രാവിലെ ആകുമ്പോൾ വായിക്കുന്നു. അങ്ങനെ 21 ദിവസം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ട് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തോട്ട് വെച്ച് നമ്മുടെ ഒരു മൈൻഡ്, അതായത് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മൾ ഈ ഒരു നമ്പേഴ്സ് കൊടുത്തു, ഈ ഒരു നമ്പേഴ്സിന് ഭയങ്കര, ചില നമ്പേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്പറിനും അതുപോലെ തന്നെ പവറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു മൂന്നാം കിടമായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു മൂന്നാം കക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വഴി നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. നമ്മൾ അവിടെ വേറൊരു രീതിയിലും ചെയ്യുന്നില്ല, നമ്മുടെ ചിന്ത കൊണ്ടാണ് മാറ്റുന്നത്. നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലുടനീളം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് എനർജിയിൽ നമ്മൾ ഗെയിൻ ചെയ്തെടുക്കുന്നത്, നെഗറ്റീവ് എനർജിയെ നമ്മൾ പുറന്തള്ളുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. എത്രത്തോളം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവുന്നോ അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരിക്കും. എത്രത്തോളം നമ്മുടെ ബോഡി വീക്ക് ആവുന്നോ അത്രത്തോളം അതിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആവണമെങ്കിൽ, നമ്മളെ മൈൻഡ് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. ഫസ്റ്റ് തിങ്, നമ്മളിത് ചെയ്യുന്നതോട് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അതായത് നിങ്ങളൊരു നെഗറ്റീവ് ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു നെഗറ്റീവ് ഉള്ള പേഴ്സൺ എന്ന് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് കാര്യം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്താഗതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ക്ഷീണം അനുഭവപ്പെടും. മൂന്നാമത്തെ കാര്യം തളർച്ച, ക്ഷീണം. മൂന്നാമത്തത് മടി എന്ന് പറഞ്ഞത് വലിയൊരു ഫാക്ടറാണ്, മടി. നാലാമത്തെ കാര്യം, എന്നെ കൊണ്ട് പറ്റില്ല, ഉള്ള ജോലിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നതിൽ തന്നെ അങ്ങ് നിന്ന് പോവാം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജോലി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലിക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ഇടാവുന്നതാണ്. ഒരു വട്ടം നമ്മൾ ഒരു പ്രൈവറ്റ് ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു വട്ടം ഞാൻ ജോയിൻ ചെയ്തു, 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് ജോബിൽ കയറുന്നത്. പക്ഷേ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു പണം ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ്, അവിടുന്ന് റിസൈൻ ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത്, നമ്മുടെ സ്വകാര്യ മേഖലയിൽ നിന്ന് പോകുമ്പോൾ, അതായത് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഫോക്കസ് ചെയ്ത കാര്യത്തിൽ തന്നെ നമ്മളങ്ങ് എന്ത് ചെയ്യും, നിന്ന് പോവും. പക്ഷേ കുറച്ച് ബുദ്ധിയുള്ളവരെന്താ ചിന്തിക്കുന്നത്, അതിൽ നിന്നും ഇപ്പോൾ കിട്ടിയ വരുമാനത്തിൽ നിന്നും കുറച്ചും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് കയറാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ വർഷം ചെല്ലുമ്പോഴും എനിക്കെന്താണ്, ഉയർന്നുള്ള മേഖലകളിൽ കയറണം. ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ആ മേഖലയിൽ തന്നെ നമ്മൾ നിന്ന് പോവും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ, അതായത് നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളവരിൽ സംഭവിക്കുന്നത്, അവരൊരു സ്ഥലത്ത് തന്നെ അതായത് ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് നിന്ന് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല, ഓവർ തിങ്ക് ചെയ്യും, വെറുതെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യും. പിന്നെ ഓവർ തിങ്കിങ്, മടി, എല്ലാ കാര്യത്തിലും ഒരു അലസത, മടി, അങ്ങനെയുള്ള കാര്യം. പിന്നെ കുറേ ജോലി നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ക്ഷീണം അനുഭവപ്പെടും. ഈ ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ പലരും പറയും അത് പല രീതിയിലും, അങ്ങനെ അവരിത് പറഞ്ഞിട്ടാ, ഇത് പറഞ്ഞിട്ടാ, എൻ്റെ ജോലിയെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടാ, ഓക്കെ. പക്ഷേ ഇത് അവർ പറഞ്ഞിട്ടാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നതെന്നൊക്കെ പറയത്തില്ല. പക്ഷേ ഏറെക്കുറെ വരുന്നത് നമ്മുടെ മൈൻഡാണ്. അതായത് നമ്മുടെ മൈൻഡിൽ അവർ പറഞ്ഞു, ഇവരത് ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഉറപ്പിച്ച് വരുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാനൊരു മടി വരുന്നു, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു എനർജി അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഒരാൾ വന്നിട്ട് പറയുകയാണ്, മോളെ നീ എടുത്ത ഈ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഫഷൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ഈ ഒരു പ്രൊഫഷൻ എടുത്തങ്ങ് കള. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു എക്സാം ഉണ്ട്, ഇത് നീ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിട്ട് എവിടെയെങ്കിലും നിനക്ക് കയറാൻ നോക്ക് എന്ന് ഒരാൾ നിങ്ങളോട് പറയുവാണെങ്കിൽ, നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവായിട്ടുള്ളവരുടെ ഒരു തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണ് പ്രൊഫഷൻ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം, അത് നിങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഈ തേർഡ് പാർട്ടീസ് ഇടപെടുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നിട്ടുള്ള 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിഷ്ടപ്പെടുന്ന കാര്യത്തിലല്ലായിരിക്കും, അവരുടെ ഒപ്പീനിയൻ വഴി ആ ഒപ്പീനിയനിലൂടെ നമ്മൾ സഞ്ചരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ ഒരു ഒപ്പീനിയനിലൂടെ സഞ്ചരിച്ച് നമുക്കിഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് അവസാനം നമ്മുടെ ലൈഫ് എന്താണ്, നമുക്കൊരു സക്സസ്ഫുൾ ആവാൻ കഴിയുന്നില്ല,
ജോബ് ഓറിയൻറ്റഡ് ആയി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് അന്ന് ഈ പറഞ്ഞു വന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ട് നിന്ന് കുറേ പുലമ്പിയിട്ടുള്ള ആൾക്കാരൊക്കെ കാണില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ഇവരൊന്നും ആരും കാണത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ലൈഫ് നമ്മൾ കുറച്ചൊന്ന് സെറ്റ് ആവണമെങ്കിൽ, ഒന്ന് സക്സസ്സിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഏതാണോ ഇഷ്ടപ്പെടുന്ന പ്രൊഫഷൻ, ചിലപ്പോൾ അത് അപ്പുറത്തുള്ളവർ പറയും, ഇപ്പുറത്തുള്ളവർ പറയും, നമ്മുടെ റിലേറ്റീവ്സ് പറയും, എല്ലാവരും നമ്മളെ പറയും. പക്ഷേ ആ പറയുന്ന സമയത്ത് അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ മാക്സിമം പ്രതികരിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമ്മൾ പ്രതികരണം. അതായത് അവർ പറയുമ്പോൾ അവർ പറയട്ടെ, അവിടെ ഒരു പോസിറ്റീവ് കൊണ്ടുവരിക. അവരത് പറഞ്ഞല്ലോ, അപ്പം ഞാൻ എൻ്റെ വഴിയിൽ എന്ത് ചെയ്യണം, എനിക്ക് സക്സസ് ആയി കാണിച്ചു കൊടുക്കണം എന്നൊരു മെൻറ്റാലിറ്റി അവിടെ കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഫഷനിൽ കയറിയിട്ട് നമ്മൾ ആ പ്രൊഫഷൻ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കയറി നിൽക്കുന്നു എന്ന മനോഭാവം ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു മാസമാണെങ്കിൽ, ഒരു വർഷമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏത് ആവാനാണ് എനിക്ക് ആഗ്രഹം, എന്തിലോട്ടാണ് എനിക്ക് പോയി കഴിഞ്ഞാൽ നന്നാവും. കാരണം ഇപ്പോൾ ഞാൻ പറയാം, നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരാൾ, നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരിക്കലും പാട്ട് പാടാൻ അറിയോ? ഇല്ല. പാട്ട് പാടാൻ ഒരു കഴിവുണ്ട്, ചിത്രം വരയ്ക്കാനും അതിൻ്റേതായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. പാട്ട് പാടുന്ന ആൾ വന്നിട്ട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ അവിടെ ഉയരാൻ ചാൻസ് ഉള്ള മേഖല എന്തായിരിക്കും? ചിലപ്പോൾ പാട്ട് പാടുന്ന ആൾക്ക് പാട്ട് പാടാനും ചിത്രം വരയ്ക്കുന്ന ആൾക്ക് ചിത്രം വരയ്ക്കാനും ആയിരിക്കും അവിടെ കഴിവ്. അപ്പം നമ്മുടെ കഴിവ് ആദ്യം കണ്ടെത്തുന്ന ഇടത്തായിരിക്കും നമ്മുടെ പോസിറ്റീവ് ഒളിഞ്ഞിരിക്കുക. അതുവരെ ബാക്കിയുള്ളവർ പറയുന്ന ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ചിന്തകൾ നിങ്ങൾ മൈൻഡ് ആക്കാതിരിക്കുക. നമുക്കറിയാം, നമുക്കൊരു പ്രായം, ഇപ്പോൾ ഒരു ഏജ്, ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും പറയുകയാണ്, ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിൽ കുറേ ഫോഴ്സ് ഉണ്ടാവും. അതുവരെ നമ്മൾ പഠിച്ചു, കാനഡയിൽ പോയി, ലണ്ടനിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ അത്രയും കോഴ്സൊക്കെ പഠിച്ചു. ഒരു ഡിഗ്രി ഏജ്, ഒരു ബിരുദമൊക്കെ എടുത്ത് പകുതി ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കാൻ തുടങ്ങുന്ന പൊതുവേ ഉള്ളൊരു കാര്യം പറയാം, കല്യാണം ഒന്നും ആയില്ലേ, കല്യാണ ആലോചനയൊക്കെ തുടങ്ങുന്നുണ്ടോ, നല്ല ബന്ധമാ, പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വലുതായിട്ട് ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എവിടാണോ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ ബാക്കിയുള്ളവരടുത്ത് മറുപടി പറയാതിരിക്കുക. എല്ലാ കാര്യവും ഒന്ന് ഓപ്പണപ്പായിട്ട് പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ്, കുറച്ച് കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒളിവും കാര്യങ്ങളും ഉണ്ട്. അതിന് ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന എന്താണ്, നിങ്ങൾ സക്സസ് എത്തുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നത് വരെ ആ കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു രഹസ്യമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് മെയിനാണ്. അതായത് നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവിലോട്ട് പോകണമെങ്കിൽ നമ്മളെ ഒരു സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു പേഴ്സൺ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, നമുക്കൊരു പ്ലാൻ മേക്ക് ചെയ്യണം. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാൻ മേക്ക് ചെയ്യണം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, നല്ലൊരു ബെറ്റർ ക്യാരക്ടറായി മാറണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ബുക്ക് റീഡ് ചെയ്യണം. പുതിയ കാര്യങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നിങ്ങളുടെ ഹോബീസ് എന്താണ്, ആ ഹോബീസിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം വരും. നമുക്ക് ചെറിയ ഒരു വിജയമാണെങ്കിൽ പോലും, ചെറുതായിട്ടൊന്ന് ജയിച്ചെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്ക് വലിയ രീതിയിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുമെന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ട് അവിടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മുടെ തേർഡ് പാർട്ടി റിമൂവൽ വീഡിയോ ആണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്ന സിമ്പിൾ ഒരു മോട്ടിവേഷൻ കാര്യം കൂടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ